എൻ്റെ അടുത്ത നല്ല സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഒരു വലിയൊരു പടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. ജിതിനും സുഹിത്തേട്ടനും ഒരു ഏകദേശം 8 വർഷക്കാലം ഇതിന്റെ പുറകിൽ എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ചെറിയ സമയമല്ല. ഒരു 8 വർഷം ഒരു പടത്തിന് വേണ്ടി മെനക്കെടുക എന്ന് പറയുന്നത് ചെറിയൊരു സമയമല്ല. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് അതിഗംഭീരമായി വന്നിരിക്കും. നാളെ അത് റിലീസാവുകയാണ്. അതുപോലെ ഇതില് ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ചെയ്ത ഒരു മൂവി വീരം, ജയരാജ് സാറിന്റെ വീരം മൂവിക്ക് വേണ്ടിയിട്ട് എനിക്ക് കളരിയായിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് മുമ്പ് പറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 വർഷത്തോളം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതില് ടോവി കളരി പഠിക്കുന്നത് വളരെ കുറച്ച് സമയമേ ടോവിക്ക് കിട്ടിയിട്ടുള്ളൂ. ആ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ ഒരുപാട് വർഷമായിട്ട് കളരി പഠിച്ച് ചെയ്യുന്ന ഒരാളുടെ തന്മയത്വത്തോടു കൂടി ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തി കൂടിയാണ്. അതൊരു ആ ഒരു എഫേർട്ട്, അതുപോലെ ഈ 3 കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പം ഞാൻ ആ കഥാപാത്രങ്ങളുമായിട്ട് സാധാരണ ഇപ്പോൾ ഒരു 3 കഥാപാത്രങ്ങൾ വരുമ്പോൾ അതിൽ ചിലപ്പം ഏതെങ്കിലും ഇതുമായിട്ടൊരു ബന്ധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ മാനർസും ഒക്കെ ചിലപ്പോൾ ഒരുപോലെ എന്ന് തോന്നിയേക്കാം. പക്ഷെ ഇതിൽ 3 വ്യത്യസ്ത കഥാപാത്രങ്ങളായി അതില് ബോഡി ലാംഗ്വേജ് ആയാലും ശബ്ദം കൊണ്ടായാലും അങ്ങനെ എല്ലാ രീതിയിലും 3 വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യാൻ ടോവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ എന്താ പറയാ, സന്തോഷം, അഭിമാനം തോന്നുന്നൊരു സംഭവമാണ്. കാരണം ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് കൂടുതൽ അത് അറിയാനും പഠിക്കാനും കഴിയുന്ന ഒരു സംഭവമാണ്. അതുപോലെ മറ്റ് എല്ലാ ആൾക്കാരും ഇതിന്റെ പുറകെ പ്രവർത്തിച്ചിട്ട് എല്ലാവരും ഒരുപാട് ദിവസങ്ങളോളം 120 ദിവസത്തോളം ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും ഒരു സ്വപ്നവും നിങ്ങളെല്ലാവരുടെയും പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. 3D തന്നെ ഈ മൂവി കാണാം. കാരണം അതൊരു വിഷ്വൽ ബ്യൂട്ടിയാണ് ഈ മൂവി മൊത്തത്തിൽ. വളരെയധികം സന്തോഷം. പടം അടിപൊളിയായിട്ട് വരട്ടെ. എന്ന് പറയുന്നത് തന്നെ മൊഴിയാട്ടം അതിനകത്ത് ഒരു പ്രധാന ഘടകമാണല്ലോ. അതായത് സൗണ്ട് മോഡുലേഷൻ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു കാലഘട്ടത്തെയും കൂടെ അതിന് മെൻഷൻ ചെയ്യണം. അത് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ പടം കണ്ടിട്ടാണ് പറയുന്നത്. ടോനോടെ പെർസ്പെക്റ്റീവ് അല്ല, എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ആ നാട്ടുകാരനായിട്ടുള്ള സുധീരനുണ്ടായിരുന്നു, പിന്നെ ശ്രീജിത്ത് ഉണ്ടായിരുന്നു. ശ്രീജിത്തും ശരത്തും ഒക്കെ എന്ന് വെച്ചാൽ ഒരിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടാണ് ഉണ്ടായിരുന്നതാണ് ഇതിന്റെ കൂടെ കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് ഇപ്പോഴും ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇവരൊക്കെ ഒരുമിച്ച് തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അവര് വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാലം എത്രയായിരുന്നു ആലോചിച്ച് നോക്കണം. ശ്രീജിത്ത് ഉണ്ടായിരുന്നു, സുധീരൻ ഉണ്ടായിരുന്നു. അപ്പൊ സുധീരന്റെ എഴുത്തിൽ തന്നെ വളരെ വിദഗ്ധമായിട്ട് പുള്ളി കാലഘട്ടവും ആ കാലഘട്ടത്തിൽ നമുക്ക് അച്ചടി ഭാഷ പറയുമ്പോൾ അതിന് ഒരു മോശമാവാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അച്ചടി ഭാഷ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് നമ്മളിപ്പോൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് വരെ വ്യത്യാസം വരും. അപ്പൊ അതിനെ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തോന്നാതിരിക്കാൻ അത് സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ബ്രില്യൻസുകൾ പെടുന്ന ഒന്നാണ്. അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാനും ഈ സ്ക്രിപ്റ്റ് റൈറ്ററും ശ്രീത്തും ഒക്കെ ഉണ്ടായിരുന്നു. നിശ്ചയം കഴിച്ചു വന്ന ആളാണ്. അതായത് വിവാഹ നിശ്ചയത്തിന് തന്നെ ആ സമയത്ത് പോയിട്ട് നിശ്ചയം കഴിച്ചു വന്ന ആളാണ്. അത്രയേറെ ഈ സിനിമയ്ക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരാളാണ്. അത് അദ്ദേഹം പുറകിലുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മലയാളികൾക്കൊരു RRR ഇല്ല, KGF ഇല്ല, ബാഹുബലി ഇല്ല, അതേപോലെ ഒരു പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം ആയിരിക്കുമോ AR എന്ന്? അങ്ങനെയൊന്നും നമുക്ക് അവകാശങ്ങൾ പറയാൻ പറ്റില്ല. നമുക്ക് വെച്ചിട്ട് നമ്മള് ശ്രമിക്കുന്നത്, നമ്മൾ അങ്ങനെ വേറെ ഏതെങ്കിലും സിനിമയെ പോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും, സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അതൊക്കെ ഇപ്പൊ ഈ RRR ഈ KGF-ഉം അല്ലെങ്കിൽ കാന്താരിയും എന്ന് പറഞ്ഞാൽ അതൊക്കെ സംഭവിച്ചതാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ മാത്രം അത് സംഭവിക്കില്ല. അത് തനിയെ സംഭവിക്കണം. നമ്മളത്
ലോകം മുഴുവൻ നടന്ന് പ്രൊമോഷൻ നടത്തിയാലും ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല. അത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് അത് അങ്ങനെ ആവുന്നത്. അപ്പൊ അത് നമ്മളല്ല അത് തീരുമാനിക്കുന്നത്. നമുക്കതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് വെക്കാവുന്ന ഒരു സിനിമയ്ക്കാകുമായിരിക്കും. കുറച്ച് സുരഭിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു RRR അതുകൊണ്ടാണ് കുറച്ച് അല്ല RRR KGF എന്ന് ഒക്കെ പറയുന്ന പോലെ നമുക്ക് അജയന്റെ രണ്ടാം മോഷൻ ഇപ്പം ലിസ്റ്റിൻ ചേട്ടനാണ് അത് RRR എന്നുള്ള ഒരു ഇതിലേക്ക് മാറ്റിയതെന്ന് പറഞ്ഞു. മറ്റുള്ള ഷോർട്ടാക്കി മറ്റുള്ള ARM എന്നുള്ള അതാ ബാക്കി പറഞ്ഞു. പുള്ളിക്കാരി പേരിലെ സിമിലാരിറ്റി ആയിട്ടാവും. അല്ല എങ്കിലും ഇതൊരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു എന്താണ് ലക്ഷണങ്ങളൊക്കെ ഉള്ള ശരി, നീ കണക്കാക്കിക്കോ. നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. അല്ല ബേസിക്കലി മലയാളത്തിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് എന്താണ്? നമ്മളാകെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മൾ ഈ സിനിമ പരമാവധി വിഷ്വലി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലാണ്ട് ബ്രഹ്മാണ്ടം ചെയ്യാനുള്ള പഠിച്ചിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ? ഇതന്നേ അല്ല ഇപ്പം മലയാളത്തില് നടക്കുന്ന ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. മലയാളത്തില് നടക്കുന്ന ഇപ്പം മഹേഷിന്റെ മൃതകാരൻ എന്നൊരു ചിത്രത്തിന്റെ തന്നെ ഒരു 10 ഇരട്ടി ബഡ്ജറ്റ്, 60 കോടി അല്ല എന്ന് പറഞ്ഞാൽ തന്നെ 10 ഇരട്ടി ബഡ്ജറ്റ് വരുന്നൊരു ചിത്രമാണ്. 30 കാണത്തില്ല. 30 ഉണ്ടാവും. അപ്പൊ അതിന് 10 ഇരട്ടിയെങ്കിലും മിനിമം അത് ഇതിന്റെ 3-4 ഇരട്ടിയുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ട്. മറ്റു ഭാഷകളിലേക്ക് നിങ്ങൾ ഈ പറയുന്ന മറ്റു ഭാഷകളിലെ സിനിമകൾക്ക് ഇതിന്റെ 10 ഇരട്ടിയിലധികം ബഡ്ജറ്റ് ഉണ്ടാവും. എന്നിട്ട് അതിനെയും ഇതിനെയും ബ്രഹ്മാണ്ടം വിളിച്ചാൽ എങ്ങനെയാണ് സുഹൃത്തെ? ഞാൻ മലയാളത്തില് ബേസ് ചെയ്തപ്പോ അപ്പം അതിന്റെ അകത്ത് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതൊരു മാസ്റ്റർ പ്ലാൻ ആണ്. ഈ ഹൈപ്പിന് പ്രത്യേകിച്ച് അവാർഡ് ഉണ്ടോ? സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അവിടെ ഹൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഹൈപ്പ് എന്തിനാണ്? ആളുകൾ അറിഞ്ഞാൽ കൂടി സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ ആൾക്കാര് ഇന്നത് കാണാം എന്ന് പ്രതീക്ഷിക്കാതെ അവര് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ എന്താണ് സിനിമയ്ക്കകത്തത് ഉള്ളതെന്ന്. അപ്പൊ ഹൈപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചൊരു സിനിമ വന്നോണമെന്നുണ്ടോ? ഇല്ല. സിനിമ നന്നായാലേ എന്ത് ഹൈപ്പോ റീച്ചോ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പ്രൊമോഷൻ ഹൈപ്പ് എന്നൊക്കെ പറയുന്നത് സിനിമ കൂടുതൽ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ്. അല്ലാതെ അതിനപ്പുറത്ത് അതിനൊരു പ്രസക്തിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സിനിമ ഇറങ്ങിയിട്ട് അതിന്റെ ക്വാളിറ്റിയും അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. താങ്ക് യു. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ